പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ യേശുവിൻ്റെ ശിഷ്യരായി തീരുന്നതിന് വേണ്ടി തന്നെയാണ്. യേശുവിൻ്റെ ശിഷ്യരാകുമ്പോൾ നമ്മളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു, സ്വർഗരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു. വചനം വായിക്കാം, ധ്യാനിക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം കൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കാം. യേശുവിൻ്റെ ജീവിതം നമുക്ക് അനുകരിക്കുകയും ചെയ്യാം. യേശുവിനെ സ്നേഹിക്കാം. സ്നേഹത്തെ പ്രതി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരോട് നമുക്ക് നമ്മുടെ ദൈവാനുഭവം പങ്കുവയ്ക്കാം. അതിലൂടെയും അനേകർക്ക് യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.